സോ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ക്ലാസ്സും കട്ടെ ഒരു കിടിലൻ കിടക്കാച്ചി സിനിമയ്ക്ക് വേണ്ടി പോവുകയാണ്. സോ എന്തായിരുന്നാലും എമ്പുരാനല്ല, അതിനേക്കാളും കിടിലൻ സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ നേരെ നല്ലൊരു ഹോട്ടലിൽ കയറി അവിടെ നിന്ന് ഒരു ഊണും കഴിച്ചുകൊണ്ട് നേരെ നമ്മൾ പോവുകയാണ്. സോ നമ്മുടെ അഷ്കറിനെ നമ്മൾ റിയാസ് ബൈ വാരി കോരി കൊടുക്കുകയാണ്. സോ നമ്മൾ ഊണ് കഴിച്ച സ്ഥലം എന്ന് വെച്ചാൽ പനമ്പൂർ കുടുംബശ്രീ ഹോട്ടലാണ്. കിടിലൻ ഫുഡും കാര്യങ്ങളെല്ലായിരുന്നു, നല്ല അടിപൊളി നാടൻ ഊടായിരുന്നു. സോ അതിനുശേഷം ഓരോരുത്തന്മാർ ഫണ്ട് ഷോർട്ടേജ് ഇങ്ങനെ കറയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം കണ്ട് വെളിയിൽ ഇങ്ങനെ ആസ്വദിച്ച് ചില്ലടിച്ചിരുന്നു. അതോ നമ്മുടെ ചൈന അതിർത്തി പങ്കിടുന്ന ഒരു പയ്യനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ഷോ ആയിരുന്നു നമ്മൾ കാണാൻ പോകുന്നത് നെന്മങ്ങാട് സൂര്യയിലായിരുന്നു. സോ നമ്മുടെ എമ്പുരാൻ്റെ ഫ്ലക്സും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. സോ എന്തായിരുന്നാലും എനിക്ക് എമ്പുരാൻ ഇഷ്ടപ്പെട്ടു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക, ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നും കൂടെ. സോ അതിനുശേഷം പയ്യന്മാർ അവിടെ എല്ലാം എമ്പുരാൻ്റെ ചർച്ചാ വിഷയമാണ്. സോ എമ്പുരാനാണ് അവിടുത്തെ മാസ്, എമ്പുരാനായിരുന്നു അവിടുത്തെ ടോപ്പിക്. എന്നാൽ നമ്മൾ കാണാവുന്ന സിനിമ ഇതൊന്നുമല്ല. എനിക്ക് എമ്പുരാൻ ഇഷ്ടപ്പെട്ടു. ഇതല്ല പിന്നെ ഈ വീരധീരസൂര, അതായത് എമ്പുരാൻ്റെ ഇടയിൽ മുങ്ങിപ്പോയി. ഇവനെ പൊങ്കാല കിട്ടോ, ഇവന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ താഴെ അവൻ വിക്രമനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. സോ എന്തായിരുന്നു നമ്മൾ 1430 രൂപ കൊടുത്ത് ടിക്കറ്റും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടിപ്പോയെന്നൊരു സംശയം. ഇതെല്ലാം എന്തിനോ വേണ്ടിയാണ്. സോ അതിനുശേഷം നമ്മൾ തിയേറ്ററിലോട്ട് കയറിയിട്ടുണ്ട്. തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര ഒരു ഹൈപ്പുള്ള തിയേറ്ററൊന്നും അല്ലേ. സോ ഇത് എന്തായിരുന്നു നമുക്ക് ജസ്റ്റ് ഓക്കെ ആണെന്ന്. സോ എല്ലാവരും സിനിമയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. സോ ഓരോ പരസ്യങ്ങളും കണ്ടിട്ട് അമ്മരെ കണ്ണനെ മഞ്ഞളിച്ചിരിക്കുകയാണ്. സോ എന്തായിരുന്നാലും നമ്മൾ സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. വീരസൂര്യ സിനിമ കണ്ടിട്ട് നമ്മുടെ ഓരോരുത്തരുടെ അഭിപ്രായം വളരെ മികച്ചതായിരുന്നു. ഓരോരുത്തന്മാർ ഈ തംസപ്പ് കാണിക്കുന്ന പച്ചയ്ക്ക് തെറിവിളിയാണ് അവിടെ നടന്നത്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂറപ്പടം ഇത് തന്നെയായിരുന്നു, വിക്രമിൻ്റെ. അതെ ഗീസ്, നമ്മളെ വിക്രമിൻ്റെ കൂറപ്പടം കാണാനാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് പോയത്. സോ അടുത്ത വീഡിയോ കാണാം, ബൈ.